2017-18 സീസണിലെ സീരിയയിലെ അവസാനത്തെ മാച്ച് വീക്ക്. ഒന്നാം സ്ഥാനത്തുള്ള ജുവന്റസിന് 85 പോയിന്റും രണ്ടാം സ്ഥാനത്തുള്ള നാപ്പോളിക്ക് 84. സീരിയയിൽ ഇന്റർ മിലാനെതിരെയുള്ള അവസാനത്തെ മത്സരം വിജയിക്കുക തന്നെ വേണം. തോൽക്കുകയോ സമനിലയാവുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള നാപ്പോളിക്കായിരിക്കും കിരീടത്തിന് കൂടുതൽ സാധ്യത. മത്സരത്തിൽ ആദ്യം തന്നെ ജുവന്റസ് ഡഗ്ലസ് കോസ്റ്റയിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തു. പക്ഷെ ആ ഒരു മുൻതൂക്കം അധിക നേരം നിലനിന്നില്ല. ഇന്റർ മിലാൻ ഇക്കാർഡിയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. വീണ്ടും ഇന്റർ മിലാൻ വിങ്ങിലൂടെ പെരിസിച്ചിൽ നടത്തിയ ഒരു അറ്റാക്കിങ്ങിൽ ജുവന്റസ് മിഡ്ഫീൽഡ് റേറ്റിലെ കെദീറയുടെ കാലിൽ തട്ടിയ ഒരു സെൽഫ് ഗോൾ. സ്കോർ നില 2-1. ജുവന്റസ് ഒരു ഗോളിന് പിന്നിൽ. പക്ഷേ ജുവന്റസ് ആ സീസണിലെ സീരിയ കിരീടം കൈവിട്ട് കളയാൻ തയ്യാറല്ലായിരുന്നു. അതേസമയം റൈറ്റ് വിങ്ങിലൂടെ 2 ഡിഫൻഡേഴ്സിനെയും ഒരു ഗോൾ കീപ്പറെയും കബളിപ്പിച്ച് വില്യൻ പന്ത് വലയിലെത്തിച്ചു. അതെ, വില്യനിലൂടെ ജുവന്റസ് കംബാക്ക് അറിയിച്ചു. പിന്നീട് ജുവന്റസിനായി ഡിബാലയുടെ സെറ്റ് പീസിൽ നിന്നും ഹിഗ്വൈൻ ഹെഡർ ഗോൾ നേടി. മത്സരത്തിൽ ജുവന്റസ് 2-3 എന്ന സ്കോറിൽ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തി. ജുവന്റസ് ആ ഒരു മത്സരത്തിലെ വിജയത്തോടെ സീരിയ കിരീടം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഇറ്റാലിയൻ ഫുട്ബോളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കംബാക്കുകളിൽ ഒന്നായി ഈ ഒരു മത്സരം മാറി. നിങ്ങൾക്ക് ജുവന്റസ് ടീമിനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ്. ജുവന്റസ് ടീമിൽ കളിച്ചിരുന്ന വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ പ്ലെയറെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതാനും മറക്കണ്ട.